മണി മാജിക്കിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് പത്രവും പാലും. പാല് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണമേന്മ, ഈ അടുത്ത കാലം വരെ പശുവിനെ കറന്ന പാല് ആണ് പല വീടുകളിലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്രാൻഡഡ് മിൽക്കുകൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇളനാട് മിൽക്ക് എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഒട്ടും അറിയാത്ത ഒരു ബ്രാൻഡല്ല. കാരണം കേരളത്തിലുടനീളം ഇളനാട് മിൽക്ക് ഇന്നൊരു വലിയ ബ്രാൻഡായി മാറിയിട്ടുണ്ട്. നിരവധി ആൾക്കാർ അത് ചോദിച്ച് വാങ്ങാറുണ്ട്. അപ്പോൾ ഇളനാട് മിൽക്കിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രവും അതിൻ്റെ സക്സസ് സ്റ്റോറിയും പറയാൻ നമുക്കൊപ്പം ഇന്ന് ചേരുകയാണ് ഇളനാട് മിൽക്കിൻ്റെ സാരഥി സജീഷ് കുമാർ. നമസ്കാരം സർ. ഞാൻ പറഞ്ഞതുപോലെ മലയാളിക്ക് ഈ പത്രവും പാലും ഒരിക്കലും ഒഴിച്ചുവിടാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇത് രണ്ടുമായിട്ട് അങ്ങേക്കൊരു വലിയ ബന്ധമുണ്ട്. അങ്ങയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അങ്ങയുടെ 17ാമത്തെ വയസ്സ് മുതൽ അങ്ങ് തുടങ്ങിയ ഒരു യാത്രയാണ്. എനിക്ക് ആ യാത്രയാണ് അറിയേണ്ടത്. അങ്ങൊന്ന് പറയാമോ? ആക്ച്വലി ഈ പത്രം പാലായിട്ട് എനിക്കും നല്ലൊരു ബന്ധമുണ്ട്. അതായത് ഈ പാലെന്ന് പറഞ്ഞ ബിസിനസ് എന്നെ കണ്ടുപിടിച്ചതും എനിക്ക് കാട്ടി തന്നതും പത്രമാണ്. കാരണം കാലത്ത് മോർണിംഗ് ഞാൻ പത്രം ഇടാൻ പോകുമ്പോൾ, വീടുകളിലേക്ക് പത്രം ഇടാൻ പോകുമ്പോൾ, ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത്, വീടുകളിലേക്ക് പാലിടുന്ന സുഹൃത്ത്, ഓട്ടോമാറ്റിക് ഈ ബിസിനസ്സിനോട് താല്പര്യമില്ലാതെ എന്നോട് ഇത് എടുക്കുന്നോ ചോദിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, പത്രത്തിൻ്റെ കൂടെ പാലും നമുക്ക് വീടുകളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഒരേ ജോലി ചെയ്ത് നമുക്ക് 2 വരുമാനം കിട്ടും എന്നുള്ള ആ ഒരു ഇനീഷ്യലാണ് ഈ പാലിലേക്ക് വരുന്നത്. പിന്നെ അത് ചെയ്ത് അതിലെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് അത് കൂടുതൽ വളർത്തണമെന്നും എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഈ പാലിന്റെ ബിസിനസ്സിൽ കൂടുതൽ മുന്നോട്ട് പോയത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മലയാളി എന്ന് പറയുമ്പം അവരെപ്പോഴും ഈ ക്വാളിറ്റിയാണ് അവർ നോക്കുന്നത്. പശുവിനെ കറന്ന പാല് പല ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലും അതല്ലാണ്ട് വേറെ ഒരു പാല് അവർ പാക്ക്ഡ് മിൽക്ക് വാങ്ങുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് പാലുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ആദ്യം ഫ്രിഡ്ജ് തുറന്നിട്ട് ഇല്ല, പാല് തീർന്നു എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്ര കവറ് പാല് കൊണ്ടുവച്ചാലും അത് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഇളനാട് മിൽക്ക് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടെന്നാണ് പല കടക്കാരും എന്നോട് പറഞ്ഞത്. കാരണം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എനിക്ക് പല സ്ഥലങ്ങളിൽ ഈ ഇളനാട് മിൽക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചെന്ന് കാണാറുണ്ട്, അപ്പം വാങ്ങാറുണ്ട്. അപ്പോൾ ഈ ചോദിക്കുമ്പോൾ പറയുന്നത് തീർന്നു എന്നാണ് പറയുന്നത്. അതായത് മലയാളിയുടെ ഒരു സംസ്കാരത്തിൽ നിന്ന്, പശുവിനെ കറന്ന പാല് ഉപയോഗിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് ഈ ഒരു പാക്ഡ് മിൽക്കിലേക്ക് വന്ന് ഇതൊരു സക്സസ് ആക്കിയത് എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ ഈ പാക്ഡ് മിൽക്ക് ഓട്ടോമാറ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പാല് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റും കിട്ടില്ല. അതിന് നമ്മുടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ, എല്ലാ പ്രൊഡക്ഷൻ പ്ലാന്റിലും ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് മെത്തേഡ് തന്നെയാണ് അതിന് കാരണം. ഹോമോജനൈസേഷൻ എന്ന് പറയും. ഈ ഹോമോജനൈസ് ചെയ്യുമ്പോൾ ഈ പാലിനെ ഇടിച്ചു പൊടിക്കാൻ, നമുക്ക് ഇത്രയും മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ, ഇടിച്ചു പൊടിക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് കൂടാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ആ തിക്നെസ് കൂടിയ പാല് ഉപയോഗിച്ച് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് എപ്പോഴും മലയാളികളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക് ഈ പാക്കറ്റ് പാലിലേക്ക് തന്നെ അത് വരും. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫ് ആയിക്കോട്ടെ, ഞങ്ങൾ ഈ പാക്കറ്റ് പാല് ഉപയോഗിച്ച് ശീലായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അത് മാറില്ല. മക്കളെ പശു പാലിലേക്ക് തിരിച്ചു പോവാൻ വളരെ ചാൻസ് കുറവാണ്. അതൊന്ന്. രണ്ടാമത്തത്, ഓട്ടോമാറ്റിക് നമ്മുടെ നാട്ടില് പശുപാല് കുറഞ്ഞു വരാം. കാരണം പലരും പുറത്തേക്ക് പോവാൻ, ഒത്തിരി പേരുകൾ പശുക്കളെ വളർത്തിയിരുന്നത് പല കാരണം കൊണ്ടും അതിന്റെ ശതമാനം കുറഞ്ഞു വരാം. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഫാമുകളിൽ നിന്ന് കൂടുതൽ ഫാമുകൾക്ക് ഓപ്പർച്യൂണിറ്റി വരികയും ആ ഫാമുകളിൽ നിന്ന് കിട്ടുന്ന പാലുകൾ കളക്ട് ചെയ്ത് പാക്കറ്റ് പാല് വീടുകളിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത കൂടിയും ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കൂടെ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങ് ആദ്യം ഒരു സംരംഭം പൊള്ളാച്ചിയിൽ എന്തോ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ അത് സക്സസ് ആയില്ല. അവിടെ ഭയങ്കര കടമൊക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നീടാണ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ആ ഒരു ചരിത്രം ഒന്ന് പറയാമോ? അത് ആക്ച്വലി എൻ്റെ ഒരു MBA MPhil ഞാൻ ഈ എഡ്യൂക്കേഷനും ഈ ബിസിനസ്സും ഒരേ സമയത്ത് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ MBA MPhil കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുക. അപ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വ്യത്യസ്തമുണ്ട്. അന്ന് ഞാൻ അതിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വിതരണം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ സ്വന്തമായ
പ്രൊക്യൂർ ചെയ്യുക, കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ വിതരണം ചെയ്യുന്ന 3 പ്രക്രിയ വരുന്നുണ്ട്. ഈ 3ഉം സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം, പിന്നെ അതിനോടുള്ള വല്ലാത്തൊരു പാഷനും ഞാൻ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം കണ്ടത് പൊള്ളാച്ചിയാണ്. ഓക്കെ, അപ്പോൾ പൊള്ളാച്ചിയിൽ നമ്മൾ യൂണിറ്റ് സ്വന്തമായിട്ട് ഇട്ടു, നമ്മൾ പാല് സോഴ്സ് ചെയ്തു, പ്രൊഡക്ഷൻ എടുത്തു, നമുക്ക് വിൽക്കാൻ നോക്കി. അന്നത്തെ കുറെ സിറ്റുവേഷൻ കൊണ്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഹർത്താലേ ഇല്ല. അന്ന് എന്തോ ഒരു സാഹചര്യം കൊണ്ട് വളരെ തുടർച്ചയായ ഹർത്താലുള്ള സമയങ്ങളായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർഷകരിൽ നിന്ന് എടുക്കുന്ന പാല് ഇത് നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റുന്ന ആ സമയത്ത് ഹർത്താലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പാല് എടുക്കുന്ന കർഷകരിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന പാല് നിർത്താൻ പറ്റില്ല. അപ്പൊ അത് വിറ്റ് തീർക്കന്നെ വേണം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് അതുകൊണ്ടാണ് ആ യൂണിറ്റ് മെയിൻ കാരണം. പിന്നെ നമ്മുടെ പക്വത കുറവും. ഒരു 25 വയസ്സിലൊക്കെ വേറൊരു സ്റ്റേറ്റിൽ പോയി ഡയറി സ്റ്റാർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാന്നുള്ള പറയുമ്പോൾ അതിനുള്ള പക്വത കുറവും മൊത്തം കാരണമാണ് അന്ന് നമുക്ക് ആ യൂണിറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അതിൽ വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിരുന്നില്ലേ? വലിയൊരു സാമ്പത്തിക നഷ്ടം. പിന്നെ എങ്ങനെയാണ് ഇളനാട് എന്ന് പറയുന്ന സ്വന്തം നാടിനെ, ആ നാടിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി ആ നാടിന്റെ ഒരു ബ്രാൻഡ് പാല് വിപണിയിൽ എത്തിച്ച് സക്സസ് ആക്കാൻ? അതൊരു വളരെ ഒരു എന്താ പറയാ, ഒരു സഡൻ ആയിട്ട് വന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഞാൻ പൊള്ളാച്ചി പ്ലാന്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഒരിക്കലും ഇനിയൊരു മിൽക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം ഒരു 10 വർഷത്തോളം എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയ നമുക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരു ആശയം വന്നു, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ആശയം വന്ന് നമ്മൾ പോയി സ്ഥലങ്ങൾ ഒരു 5 സ്ഥലം കണ്ടതിൽ ഏറ്റവും നല്ല യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇളനാട് സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ പേര് വളരെ നമ്മുടെ മിൽക്കിന്റെ പേരായിട്ട് വളരെ യോജിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ നല്ലൊരു പേരാണ് ഇളനാട്. ഇളനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം, ഒരു വാഴയില കൂമ്പിന്റെ പവിത്രത പോലെ, അല്ലെങ്കിൽ തെങ്ങിന്റെ കൂമ്പിന്റെ ഇളക്കൂമ്പ്, ആ അത്രയും ഒരു പവിത്രതയുള്ള ഒരു പേരാണ് ഇളനാട്. ഈ ഇളനാട് ഭയങ്കര, അതായത് ഒരു കസ്റ്റമർ ഒരു പാല് ഉപയോഗിക്കുമ്പോൾ അവന് എപ്പോഴും വേണ്ടത് ആ പ്യൂരിറ്റിയാണ്. ആ എന്താ പറയാ, വെളുത്ത നിറമുള്ള ആ അതേ പ്യൂരിറ്റിയാണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് വളരെ കണക്റ്റ് ആയി തോന്നി. നമ്മൾ ആ പേര് സൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ആ പ്യൂരിറ്റി 100% മേലെ ഉറപ്പ് വരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ സെയിലും കച്ചവടവും നമ്മുടെ ബ്രാൻഡിങ്ങും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പാലും എന്തായാലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിൽ നിന്നുണ്ടാവില്ല, എക്സ്ട്രാ പ്രോഡക്ട്സ്. അപ്പം എന്തൊക്കെയാണ് ശരിക്കും ഇപ്പൊ ഇളനാട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ് ഇളനാട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ശരിക്കും ഒരു 4 ഏരിയയാണ്. ഫോർ എക്സാമ്പിൾ, നോർമൽ നമ്മുടെ മിൽക്ക് ഡിവിഷൻ എന്ന് പറയും, പിന്നെ ഫുഡ്സ് ഡിവിഷൻ എന്ന് പറയും. ഫുഡ്സ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ പനീർ, ബട്ടർ, ചീസ്, കപ്പ് കേഡ്, യോഗട്ട്, ലസ്സി, അങ്ങനെ പാലുൽപ്പന്നങ്ങൾ ശരിക്ക് അതാണ് ഫുഡ്സ് ഡിവിഷൻ. പിന്നെ അഗ്രോ ഡിവിഷൻ എന്ന് പറയും, ബാറ്ററി, ചപ്പാത്തി, ദോശമാവ്, പിന്നെ ഐസ്ക്രീമും. അങ്ങനെ 4 ഡിവിഷനാണ് ഇളനാട് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അഡീഷണൽ ഡിവിഷൻസ് ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ആക്ച്വലി ഫുഡ്സ് ഡിവിഷൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി ഉണ്ടാവും. ഐസ്ക്രീം 2 വർഷം, അഗ്രോയും 2 വർഷം. ഈ എങ്ങനെയാണ് നിങ്ങളുടെ കേരളത്തിൽ ഇതിന്റെ ഒരു വിതരണ രീതി നിങ്ങൾ ചെയ്യുന്നത്? കാരണം പാലൊക്കെ എന്ന് പറഞ്ഞാൽ അധികം നാള് ഇരിക്കത്തില്ലല്ലോ. ഇപ്പം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്തുക എന്ന് പറയുന്നതും അവിടെ മാക്സിമം പോയ 1-2 ദിവസത്തിനുള്ളിൽ ഇരിക്കത്തില്ല. അപ്പൊ നിങ്ങളൊരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഇവിടെ കേരളം മുഴുവൻ എത്തിക്കാനുള്ളത്? പാക്കറ്റ് പാല് 3 ദിവസമാണ് നമ്മൾ എക്സ്പയറി പറഞ്ഞത്. ഈ 3 ദിവസം എന്ന് പറയണത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. 3 ദിവസത്തിൽ കമ്പനി പറയുന്ന ടെമ്പറേച്ചറിൽ ഈ പാക്കറ്റ് സ്റ്റോർ ചെയ്താൽ മാത്രമാണ് 3 ദിവസം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. ഡയറി എന്ന് പറഞ്ഞാൽ കോൾഡ് ചെയിൻ മാനേജ്മെന്റ് ആണ്. എങ്ങനെ ഈ പാല് കർഷകരിൽ നിന്ന് കിട്ടുന്ന പാലിനെ നമ്മൾ ചില്ല് ചെയ്യും, വിത്തിൻ 2 hours ചില്ല് ചെയ്യും. ഈ ചില്ല് ചെയ്ത് കഴിഞ്ഞ് പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും ഇതിനെ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ അവിടെ ഈ പാല് കംപ്ലൈന്റ് വരും. മനസ്സിലാവുന്നത്? അപ്പൊ നമ്മൾ ഒരേ സ്റ്റേജിലും കറക്റ്റായിട്ട് ടെമ്പറേച്ചർ മാനേജ് ചെയ്തിട്ടാണ് ഇത്
നമ്മൾ ആ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷനാണ്. തൃശ്ശൂരിൽ നിങ്ങൾ തന്നെ തിരുവനന്തപുരത്തേക്ക് ഫുൾ കോൾഡ് ചെയിൻ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് എല്ലാ വലിയ വണ്ടികളും AC റെഫ്രിജറേറ്റഡ് വണ്ടിയാണ്. അപ്പൊ ഇത് നേരെ പാക്ക് ചെയ്ത് ഈ വണ്ടിയിലേക്ക് കയറ്റി ഈ വണ്ടി റണ്ണിങ്ങിൽ തന്നെ വീണ്ടും ഈ പാലിന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാല് വീണ്ടും അതിനെ റീചില്ല് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഓരോ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻസുലേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കസ്റ്റമറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളും SOPയും വെച്ചിട്ടാണ് നമ്മളിത് നേരിട്ട് മോണിറ്റർ ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. പൊതുവേ വരുന്നൊരു സംശയമാണ്, പാലിന് പല ക്വാളിറ്റി ഉണ്ട്. ഈ കവർ പാല് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുനിന്നുള്ള എല്ലാം എടുത്തതിന് ശേഷമാണ് നമുക്ക് തരുന്നത് എന്നൊരു കോൺസെപ്റ്റ് പൊതുവെ ആൾക്കാർക്കിടയിലുണ്ട്. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? അത് ആക്ച്വലി കുറെ തെറ്റിദ്ധാരണകൾ ഓൾറെഡി ആൾക്കാരിലുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പ്രൊഡക്റ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കിംഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്. ഇത് നാല് വെറൈറ്റിയാണ്. ഈ ഫസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സ്കിംഡ് മിൽക്ക്. അത് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫാറ്റ് കുറവാണ്, എന്നാൽ SNF ആണുള്ളത്. ഒരു സാധാരണ ഒരു പാലില് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റും SNF ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, SNF എന്ന് പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ്, ഫാറ്റ് അല്ലാത്ത മറ്റു സോളിഡ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ബാലൻസ് ഉള്ളത് വെള്ളമാണ്. അപ്പൊ നോർമലി ഒരു പശുപാലിൽ വരാം 4% ഫാറ്റ് ഉണ്ടാവും, 8% SNF ഉണ്ടാവും. ബാലൻസ് ഇത് രണ്ടും കൂട്ടിയ 12%, ബാക്കി 88% വെള്ളമാണ്. അപ്പൊ ഇത് ഈ 12% ഇതിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ 4 വെറൈറ്റി പറഞ്ഞു. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ 4% ഫാറ്റിന്ന് മുഴുവൻ ഫാറ്റ് എടുത്തുള്ള ബാക്കി SNF മാത്രമേ അതിലുണ്ടാവുള്ളൂ. SNFും വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സ്കിംഡ് മിൽക്ക് വരാം. DTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഫാറ്റ്, 4 ഫാറ്റാണ് പശു നോർമലി തരാം. അതിൽ 1.5 ഫാറ്റാണ് ഡബിൾ ടോൺഡ് മിൽക്ക് ഉണ്ടാവുക. അതിന് 9 SNF ഉണ്ടാവും. ഓക്കെ. പിന്നെ ടോൺഡ് മിൽക്ക് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് 3 ഫാറ്റാണ്. അപ്പൊ 4 പശു തരുന്നത്, അതിലത്തെ 1% എടുക്കും. ഓക്കെ. ബാക്കി അതിന് 8.5 SNF ഉണ്ടാവും. പിന്നെ ഉള്ളത് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്ന് പറയും, ചായക്കടകളിലേക്ക് ഉപയോഗിക്കാനുള്ളത്. അതിന് 4.5 ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ 4 ഫാറ്റിന്റെ കൂടെ 0.5 ഫാറ്റ് ആഡ് ചെയ്യും. അപ്പൊ 4 പ്രൊഡക്റ്റും 4 ഗ്രേഡ് ആണ്. ഓക്കെ. ഇത് ഫാറ്റ് കൂടും തോറും പാലിന് ടേസ്റ്റ് കൂടും, കൊഴുപ്പ് കൂടും തോറും പാലിന് ടേസ്റ്റ് കൂടും. ഹെൽത്തിന് ഇല്ല. കാരണം ഹെൽത്ത് SNF നമ്മുടെ ഈ സ്കിംഡ് മിൽക്ക് ആണ് കുറച്ച് പേര് ഉപയോഗിക്കുന്നത്, ഫാറ്റ് കുറവുള്ളതുകൊണ്ട്. പക്ഷെ നോർമലി കൗ മിൽക്ക് അല്ലെങ്കിൽ ടോൺഡ് മിൽക്ക് ഇതാണ് വീടുകളിലേക്ക് ഉപയോഗിക്കുന്നത്. അത് ഹെൽത്തിന് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. വേറെ ഒന്നുമില്ല, കട്ടി കൂടുന്തോറും നമുക്ക് അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു ചേർക്കണം. നിലവിൽ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പുകളിലും ഇളനാട് മിൽക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു ദിവസം എത്ര ലിറ്റർ വിൽക്കുന്നുണ്ട്? എങ്ങനെയാണ് ഈ പാല് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കമ്പനിയുടെ മെയിൻ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്പർ 1 പ്രൈവറ്റ് ഡയറി ആവാന്നുള്ളതാണ്. അത് ഞങ്ങളൊരു 4 വർഷം കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷം ലിറ്റർ പാല് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. 1.5 ലക്ഷം ലിറ്റർ പാല്. അത് കേരളം മാത്രമല്ല, കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ, ഇങ്ങനെ 3 സ്റ്റേറ്റ് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സെയിൽസ് വരുന്നത്. അപ്പൊ ഈ ഇത്രയും പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഇത്രയും പാല് കളക്ട് ചെയ്യണമല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കളക്ഷൻ നടത്തുന്നത്? ഇതിന്റെ നമുക്ക് നിയർ ടു 600 സൊസൈറ്റി ഉണ്ട്. ഈ 600 സൊസൈറ്റിയിൽ കാലത്തും വൈകിട്ടും ഒരു ഏകദേശം ഓരോ സൊസൈറ്റിയിൽ 50 കർഷകരോളം പാല് ഒഴിക്കും. അപ്പൊ ഇവരിൽ നിന്ന് കാലത്തും വൈകിട്ടും പാല് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 1.5 ലക്ഷം ലിറ്റർ പാല് ഓരോ ദിവസം എത്തിക്കുന്നത്. പുറത്തുനിന്നുള്ള പാല് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, നമ്മള് സോഴ്സ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും തമിഴ്നാടും ആണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. കുറച്ച് കർണാടക ഭാഗത്തു നിന്നും നമ്മൾ സോഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 സ്റ്റേറ്റ് സോഴ്സ് ചെയ്ത് 3 സ്റ്റേറ്റിലും വിൽക്കുന്നുണ്ട്. ഞാനൊരു പേഴ്സണൽ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഇപ്പൊ ഏറ്റവും കൂടുതൽ പാൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാ? ഇപ്പൊ കൂടുതൽ പോയ മഹാരാഷ്ട്ര, ആ ഏരിയയിലാണ് കൂടുതൽ പാലുള്ളത്. ഇപ്പൊ കേരളത്തിന് വെച്ച് തമിഴ്നാട്ടിലാണ് കൂടുതൽ പാല്. കേരളത്തിൽ അങ്ങ് പറഞ്ഞു പശു വളർത്തൽ വളരെ കുറവായിട്ടുള്ള ഒരു സമയമാണിത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ വരുന്നൊരു ചോദ്യമാണ് ഇത്രയും പാല് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും എന്നുള്ളത്. അതിൻ്റെ ഉള്ള ഒരു ഉത്തരമാണ് അങ്ങ് തന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തമിഴ്നാടാണ് ഇപ്പം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതല്ലേ? തമിഴ്നാടല്ല, എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയാണ്. നമ്മുടെ സൗത്തില് തമിഴ്നാട്, തന്നെ. കർണാടക, ഇവിടെ കേരളം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ്. അതായത് കൺസപ്ഷനേക്കാൾ പ്രൊഡക്ടിവിറ്റി കുറവുള്ളത് കേരളമാണ്. നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു അടുത്തൊരു ലെവൽ ഓഫ് എക്സ്പാൻഷൻ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? നമ്മള് സൗത്ത് ഇന്ത്യ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. ബാംഗ്ലൂർ വരെയുള്ള മാർക്കറ്റ് നമ്മൾ കേരളത്തിൽ പ്രസൻസ് അറിയിച്ച പോലെ ബാംഗ്ലൂർ വരെയുള്ള മാർക്കറ്റ് നല്ല രീതിയിൽ പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു 2 yearsന്റെ മെയിൻ എയിം. അടുത്തൊരു നെക്സ്റ്റ് 2 years തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ഇളനാട് എന്ന് പറയുന്ന ബ്രാൻഡിനെ കേരളത്തിന്റെ ഒരു തനത് ബ്രാൻഡാക്കി മാറ്റി, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആക്കി മാറ്റി, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതുപോലെ ബൈ പ്രോഡക്ട്സും എല്ലാം മലയാളികൾ ഏറ്റെടുത്തു. ഈ ഒരു മുന്നേറ്റം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ മണി മാജിക്കിന്റെ മറ്റൊരു ലക്കത്തിൽ നമുക്ക് വേറൊരു അതിഥിയുമായി കാണാം. നന്ദി.